അതാണ് പണി. അല്ലാതെ നമ്മൾ ഈ പറയുന്ന കുറെ തള്ളും പറഞ്ഞ് കുറെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ കുറെ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയാന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു മുണ്ട് 100 രൂപയാണ് എന്റെ എമൗണ്ട്. ഒരു പാട്ട് പാടാൻ വിളിക്കുമ്പോ ശ്രുതിയില് പാടാൻ പറ്റണേന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതുപോലും പറ്റാറില്ല പലപ്പോഴും. കാലമൊന്നു കാലാൽ തട്ടിവിട്ട കേളി, പന്തുപോലെ വാനിൽ പൊന്തി വന്ന സൂര്യൻ, മേഘമെന്ന ജാലം മേലെ വന്ന് മൂടുന്നേ. സ്വാഗതം MC ഡിജിറ്റലിലേക്ക്. പ്ലേബാക്ക് സിംഗർ രഞ്ജിത്ത് ജയറാമനാണ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? സിനിമ ഇപ്പോ ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമ റിലീസായി. അതെ, വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ആസിഫ് അലി നായകനായിട്ടുള്ള സേതുനാഥ് അദ്ദേഹം സംവിധാനം ചെയ്ത പടം. ബിജിബാലാണ് മ്യൂസിക്. അപ്പോ ഞാൻ പാടിയ പാട്ട് എഴുതിയിരിക്കുന്ന മനു മഞ്ജിത്ത് ആണ്. അപ്പൊ അതാണ് ഇപ്പോ ഏറ്റവും പുതിയ വിശേഷം. ബിജിബാൽ സാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. മെൻഡറാണ്. ഒരു റിയൽ സോളിനെ പുറത്തേക്ക്, ഒരു സിംഗറിന്റെ ഒരു റിയൽ സോളിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കമ്പോസറും കൂടിയാണ് അല്ലെ? ബിജിബാൽ സാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആ ഒരു യാത്രയിൽ നിന്നാണ് നമുക്ക് ഈ മ്യൂസിക് ജേണി സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം മ്യൂസിക്കിനെ വളരെ ജെനുവിനായിട്ട് സമീപിക്കുന്ന ഒരാളാണ്. സോ അദ്ദേഹത്തെ പോലൊരു ലെജൻഡറി മ്യൂസിഷ്യന്റെ പാട്ട് പാടാൻ പറ്റുക എന്ന് പറയണേ തീർച്ചയായിട്ടും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പൊ അത് ആ അനുഗ്രഹം ഇപ്പൊ ഒരു 10-15 വർഷമായിട്ട് കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. സ്റ്റേജ് പെർഫോമൻസും എല്ലാം സാറിന്റെ കൂടെ അതെ ചെയ്തിട്ടുണ്ട്. ബിജിയേട്ടന്റെ ഷോസിനൊക്കെ പാടാറുണ്ട്. സാറിന്റെ പാട്ട് പറയുമ്പോൾ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മനസ്സിൽ വരുന്ന ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും ചിലതുണ്ടാവുമല്ലോ. ബിജിയേട്ടന്റെ പാട്ടുകള് സത്യം പറഞ്ഞാല് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും കേൾക്കുമ്പോ. പക്ഷെ അത് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള, സിംഗറെ സംബന്ധിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അദ്ദേഹം അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് പുള്ളിയുടെ ഇഷ്ടമുള്ള. ഞാൻ തന്നെ പാടിയ പാട്ടുകൾ എനിക്ക് പലതും, അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് രീതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സമയം റെക്കോർഡിംഗ് എടുക്കുള്ളൂ. അപ്പൊ അതിനുള്ളിൽ ഏറ്റവും നല്ല ടേക്ക് കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പാണ് നമ്മള് സിംഗേഴ്സ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടി എല്ലാവരും ചോദിച്ച സെയിം അഭിപ്രായമായിരിക്കും. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ കുറെ പാട്ടുകളുണ്ട് അദ്ദേഹത്തിന്റെ. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പാടാനാണോ? സാറിന്റെ ഏതെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഞാൻ മഹേഷിന്റെ പ്രതികാരം എന്നുള്ള സിനിമയില് പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ പാടാം. പൂക്കാലം കൈവീശി വിട പറഞ്ഞു പോയി, പൂക്കാലം കൈവീശി വിട പറഞ്ഞു പോയി, കാണാമുറിവിൽ കനലുകളെരിയും ഏകാഗീതൻ മൺപാതയിൽ, നിഴൽ വീണു മലർ വീണു കനവുകൾ നിറയും, അതിലലിയുമൊരോർമ്മ നേരും. ഇത്തരത്തിലൊരു ഭയങ്കര ടച്ചി സോങ് ആണ്. അതെ പുള്ളിയുടെ കൂടുതലും മെലോഡീസ് ആയിട്ടുള്ള സോങ്സ് ആണ് തോന്നുന്നില്ല അധികം പുള്ളി കമ്പോസ് ചെയ്തതില്. അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു കാലഘട്ടത്തിലും ഒരു സ്റ്റൈലും അവകാശപ്പെടാനില്ലാത്ത മ്യൂസിഷ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവിടെ എന്താ പറയാ, നമ്മള് ഹിപ്പ് ഹോപ്പ് അങ്ങനെയുള്ള സോങ്സിനെ കുറിച്ച് ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ പുള്ളി വാനം നീലയാണ് ബായ് പോലൊരു പാട്ട് 2012 ചെയ്തു. അങ്ങനെ അന്നത്തെ കാലത്ത് അത് എന്താ പറയാ, ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു ജോണറാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു കാലഘട്ടത്തിനും അവകാശപ്പെടാനില്ലാത്തൊരു സ്റ്റൈലിന് ഉള്ളൊരു മ്യൂസിഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കമ്പോസിങ് രീതി ഒരു സ്റ്റൈലിലും പെടാതെ അങ്ങനെ നിൽക്കുന്നൊരു, എന്നാ അതിൻ്റെതായിട്ടുള്ള ഒരു ജെനുവിനിറ്റി ഒക്കെ ഉള്ള ഒരു, അതെ ഒരു പാട്ടുകളും പുള്ളി ചെയ്തിരിക്കുന്ന പതിരല്ല, അങ്ങനെയുള്ള പാട്ടുകളാണ് എല്ലാം പുള്ളിയുടെ എല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ട് എങ്ങനെയാണ് ചെറുപ്പം മുതലേ പാട്ടിലോട്ട് വരാനുള്ള ഒരു സാഹചര്യം? കുട്ടിക്കാലത്തോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്? സംഗീത പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല. അമ്മ ചെറുതായിട്ട് ഇങ്ങനെ സാധാരണ ഇപ്പോ
എല്ലാ വീട്ടിലും പാടുന്ന പോലെയൊക്കെ തന്നെയുള്ള ഒരു പരിപാടിയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര സപ്പോർട്ടൊന്നും വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ ചിന്തിക്കുമ്പോ. പക്ഷെ എനിക്ക് അപ്പാർട്ട് ഫ്രം മൈ ഹോം അത് പറയണമല്ലോ, എനിക്ക് പുറത്ത് കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാല് സംഗീത സൗഹൃദങ്ങൾ, ഒരുപാട് വിലയുള്ള ആളുകളുടെ കൂടെ ഉള്ള ഒരു നിമിഷങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്നെ വല്ലാതെ മോൾഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഞാൻ കോളേജ് ചെയ്തത് സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് സോക്കോൾഡ് ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു ഗായിക എങ്ങനെയാണോ യുവജനോത്സവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അതേ രീതി തന്നെയായിരുന്നു എന്റെ. എങ്ങനെ അതിലൂടെ നമ്മളുടെ കല എന്താ പറയാ സബരിയ തുടങ്ങുക. അപ്പോ അതിനുശേഷം കോളേജിലെത്തുമ്പോ ഞാൻ പഠിച്ചത് ആൽബർട്ട്സ് കോളേജിലും പിന്നെ RLVയിലും ആയിട്ടാണ് പഠിച്ചത്. പക്ഷെ RLVയിൽ ഞാൻ മ്യൂസിക് കോളേജ് ആണെങ്കിൽ ഞാൻ പഠിച്ചത് അവിടെ അപ്ലൈഡ് ആർട്സ് എന്നുള്ള ഒരു ഫൈൻ ആർട്സ് വിഭാഗമാണ് പഠിച്ചത്. അപ്പൊ അതിൽ ഞാൻ PG ഹോൾഡറാണ്. അപ്പോ പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ മ്യൂസിക് കോളേജിലെ കോമ്പറ്റീഷൻസിൽ എനിക്കായിരുന്നു പലപ്പോഴും പ്രൈസ് കിട്ടിയിട്ടുള്ളതും. അതിനെ മ്യൂസിക് കോളേജിനെ പ്രതിനിധീകരിച്ച് നമ്മളുടെ പുറത്തുള്ള MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും ലൈറ്റ് മ്യൂസിക്കിന് എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല കാലഘട്ടം എനിക്കുണ്ടായിരുന്നു അപ്പോ സംഗീതപരമായിട്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ജോലി വേണമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ കോളേജിലൊക്കെ എല്ലാ വീട്ടുകാരും പറയുന്ന പോലെ. പക്ഷെ അതിലൊന്നും ഞാനൊരു ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. പക്ഷെ ഈ ഒരു കുറച്ച് കാലഘട്ടമായിട്ട് ഫുള്ളി മ്യൂസിക്കിലേക്ക് തന്നെ തിരിഞ്ഞത് കൊണ്ടൊരു അതിന്റെ ഒരു സന്തോഷം അല്ലാതെ ഉണ്ട്. അല്ല, കർണാട്ടിക് മ്യൂസിക് പഠിച്ചത് ഇപ്പൊ എത്ര വയസ്സിലാണ്? എന്റെ ഓർമ്മയിലൊരു ഞാനൊരു ഈ പറയുന്ന പോലെ 5 പഠിക്കുമ്പോ തുടങ്ങിയിട്ടുണ്ട്. 5 പഠിക്കുമ്പോ കർണാട്ടിക്. അതെ, ഒരു കർണാട്ടിക് അതിനെ ഒരു ഈ പറയുന്ന പോലെ ഒരു കുറെ രീതികളുണ്ടല്ലോ. ഇപ്പോ കച്ചേരിക്ക് നമുക്ക് പഠിക്കാം, അതായത് വളരെ അതിനൊരു സാധനയായിട്ട് എടുത്ത് എന്താ പറയാ കർണാട്ടിക് അതിനാഴത്തില് പഠിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാം. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. നോർമൽ ഒരു സിംഗറിന് വേണ്ട ഒരു അടിത്തറ ഉണ്ടാക്കാനുള്ളൊരു സ്വരസ്ഥാനം ഉറക്കാനായിട്ടുള്ളൊരു പഠനം ഉണ്ടല്ലോ. അത് സിംഗേഴ്സിന് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന മനസ്സിലാവും. അപ്പൊ അത് അങ്ങനെയുള്ള പഠനമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ കർണാട്ടിക് മ്യൂസിക് ഞാനിപ്പോ ഒരു 10-20 വർഷമായി പഠിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് തന്നെ തെറ്റാണ്. കാര്യം അതിന്റെ പഠന രീതി പഠിച്ച് ആ രീതിയിൽ കച്ചേരി ചെയ്യുന്നവർക്കറിയാം അത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന്. ഇത് ഒരു അന്നേ ഒരു ലളിത സംഗീതം ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പഠനം അതേ ഉണ്ടായിട്ടുള്ളൂ കർണാട്ടിക്. അപ്പൊ തന്നെ സ്കൂളിലെ സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ പങ്കെടുക്കുമായിരുന്നു. അതെ, കോമ്പറ്റീഷൻസ് എല്ലാരും എല്ലാ സിംഗേഴ്സും വന്നിട്ടുള്ള പോലെ കോമ്പറ്റീഷൻസ് ആണ് നമ്മളുടെ വേദി ഉണ്ടായിട്ടുള്ളത് അന്നും ഇന്നും എന്നും. പിന്നെ ഡിവോഷണൽ സോങ്സ്, ആൽബം സോങ്സ് ഒക്കെ അത് കഴിഞ്ഞിട്ട് അതെ അങ്ങനെ പാടി തുടങ്ങിയപ്പോ പിന്നെ അങ്ങനെ കിട്ടി തുടങ്ങി നമുക്ക് പാടാൻ. കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു രസകരമായിട്ടുള്ള കാര്യം വെച്ചാല് ഞാൻ പഠിക്കുന്നത് ഫൈൻ ആർട്സ് ആണല്ലോ. അതായത് അവിടെ പഠിക്കുന്നത് ചിത്രകലാ വിഭാഗത്തിലെ ഒരു എലമെന്റ് ആണ് അപ്ലൈഡ് ആർട്സ്. അപ്പോ മ്യൂസിക് കോളേജിലെ കുട്ടികൾ കമ്പോസ് ചെയ്യുന്ന പാട്ടുകൾ പാടാൻ അവരെന്നെയാണ് വിളിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അത് അന്ന് അതിന്റെ വാല്യൂ എന്താ, പക്ഷെ ഇപ്പൊ അത് ചിന്തിക്കുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് തോന്നും. അതെ, അന്ന് അവിടെയുള്ള കുട്ടികളൊക്കെ തന്നെ ഈ BA ഒക്കെ ചെയ്തിരുന്ന ഈ മ്യൂസിക് ചെയ്തിരുന്നവരൊക്കെ ചെയ്തിരുന്നവര് പലരും കമ്പോസേഴ്സ് ആയിരുന്നു, മ്യൂസീഷ്യൻസ്. അപ്പൊ അവര് ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകളിലൊക്കെ നമ്മളെ വിളിച്ച് പാടിക്കായിരുന്നു. അപ്പൊ അങ്ങനെ അവര് നമ്മളെ തന്നെ ഓപ്റ്റ് ചെയ്യായിരുന്നു. അത് ഡിവോഷൻസ് തന്നെയാണ് ഫസ്റ്റ് പാടി തുടങ്ങിയതൊക്കെ. ഹിന്ദു നോർമലി എല്ലാ സിംഗേഴ്സിനും തുടക്കം എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഈ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമയിലേക്കുള്ള ഒരു കോൾ എങ്ങനെയായിരുന്നു വന്നത്? സിനിമ സത്യം പറഞ്ഞാല് സിനിമ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടായിരുന്നില്ല. അതെ, അത് കേൾക്കുമ്പോ ആളുകൾക്കൊരു കുറച്ചൊരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല. ഇൻ ദ സെൻസ് ഈസി ആയിരുന്നു. സിനിമയിൽ പാടിയത് ഞാൻ ഒട്ടും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. ബിജി ബാൽ എന്നുള്ളൊരു ഫിഗർ അവിടെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഒരു തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം നമ്മളെ കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട് പലപ്പോഴും. അതാ സാറിന്റെ, അതായത് ബിജിയേട്ടന്റെ പാട്ട് ലൈറ്റ് മ്യൂസിക് പാടിയിട്ടാണ് എനിക്ക് MG യൂണിവേഴ്സിറ്റിയില് സമ്മാനം കിട്ടുന്നത്. അപ്പോ അന്നത് അദ്ദേഹത്തെ വിളിച്ച് പറയുകയും അപ്പൊ അദ്ദേഹം വളരെ ഹാപ്പിയാകുക, അങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദം തുടങ്ങുകയൊക്കെ ചെയ്തത്. അപ്പോ ആ സമയത്ത് അതിന് കുറച്ചു കാലഘട്ടത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമയായ
അറബി കഥ ചെയ്തപ്പോ അതിനകത്ത് കോറസ് പാടാൻ എനിക്ക് അതെ തിരികെ എന്നുള്ള ദാസേട്ടന്റെ പാട്ടിലെ കോറസ് പാടിയിരിക്കുന്ന ഞാനും കുറച്ച് അദ്ദേഹത്തിന്റെ തന്നെ കൊളീഗ്സ് ആയിട്ടുള്ളവരും കൂടിയിട്ട്. അപ്പൊ അതെ അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ. പിന്നെ അതുകൊണ്ട് തന്നെ സിനിമയിലേക്കുള്ളൊരു എന്താ പറയാ പാടുക എന്ന് പറയുന്ന ഒരു ദുഷ്കരമായിട്ടുള്ളൊരു വഴിയായിരുന്നില്ല എനിക്ക്. വളരെ എളുപ്പമായിരുന്നു. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഒരു കാലഘട്ടത്തിൽ സിനിമ. അത് കഴിഞ്ഞിട്ടാണ് സാർ അടുത്ത പടത്തിന് വേണ്ടിയിട്ട് പടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾക്ക് പറ്റിയ പാട്ടുകൾ വന്നു തുടങ്ങിയപ്പോ നമ്മളെ വിളിച്ചു. പിന്നെ പറയുന്ന പോലെ ഈ ഫസ്റ്റ് റെക്കോർഡിംഗ് ഒരു അനുഭവം എങ്ങനെയാണ്? ആദ്യമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോകുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണോ അല്ലെങ്കിൽ ടെൻഷൻ ആണോ സന്തോഷമാണോ? എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ടെൻഷന് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ പാട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള അന്നത്തെ എന്നല്ല എന്നത്തെയും അതാണ് ഒരു. പിന്നെ ഉറപ്പായിട്ടും നമുക്ക് പാട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ പാടിക്കൊടുക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു സംഭവം ഒന്നും നമുക്ക് ആ സമയത്ത് മനസ്സിലുണ്ടാവില്ലല്ലോ. നമ്മൾക്കത് എങ്ങനെയെങ്കിലും നമ്മൾക്ക് ആ പാട്ട് കിട്ടണം എന്നുള്ളൊരു അന്നത്തെ ഒരു നമുക്ക് ബാലിശമായിട്ട് അങ്ങനെയല്ലേ തോന്നുന്നത്. അപ്പൊ അത് എത്രത്തോളം ആ പാട്ടിനോട് നീതി പുലർത്തണം എന്നുള്ളതൊന്നും മനസ്സിലുണ്ടാവില്ല നമുക്ക് ആ സമയത്ത്. ആ പാട്ട് എത്രത്തോളം നന്നായി പാടാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയൊന്നും ആയിരിക്കില്ല. ഒരു ടെൻഷനും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ വിജയേട്ടന്റെ റെക്കോർഡിങ്സ് ഞാൻ കൂടുതൽ പാടിയുള്ള അദ്ദേഹത്തിന്റെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മാക്സിമം പോയി 20 മിനിറ്റ്, അരമണിക്കൂറിൽ കൂടുതൽ എന്റെ ഓർമ്മയിൽ പോലും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാടി. എത്ര ബുദ്ധിമുട്ടുള്ള പാട്ടാണെങ്കിലും പാടിയിട്ടില്ല. അപ്പോ അരമണിക്കൂറിനുള്ളിൽ ഒരു ഏറ്റവും എന്താ പറയാ നല്ല ടേക്കാണോ എന്താണോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്താണോ പുള്ളി പറയുന്നത് നമ്മളത് പാടാൻ ശ്രമിക്കുന്നു. പിന്നെ എന്താ പറയാ അത് ഫ്രീഡം ഉണ്ട് അവിടെ, ഒട്ടുമില്ല ഫ്രീഡം. അതാണ് ഏറ്റവും വലിയ ഇതിനകത്തുള്ള ഏറ്റവും രസകരം. അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്നുള്ള വളരെ കറക്റ്റ് വ്യൂ ഉള്ള ഒരു കമ്പോസറാണ് അദ്ദേഹം. അപ്പൊ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നുള്ള പുള്ളി ഗംഭീരമായിട്ട് പാടിങ് തരും. അതേ ഒരു അസാധ്യ ഗായകനും കൂടിയാണ്. അപ്പോ നമുക്ക് അതിന്റെ പകുതി പാടാൻ പറ്റിയാൽ വലിയ കാര്യം. അതാണെങ്കിൽ പുള്ളി ഓക്കെയാണ്. കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളുടെ കഴിവ് കേടുകളെ അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് മറച്ചിട്ടാണ് നമ്മളെ കൊണ്ട് പാടിക്കുന്നത്. അതായത് നമ്മൾക്ക് കുറെ ഒരുപാട് എല്ലാവർക്കും കഴിവുകേടുകൾ ഉണ്ടാവും. ഇപ്പൊ ഈവൻ സിംഗേഴ്സിനാണെങ്കിലും അതിനെ ഒരു സൗഹൃദത്തിന്റെ ഒരു മറയിട്ട്, അതെ സൗഹൃദത്തിന്റെ മറ എന്ന് ഉദ്ദേശിച്ചത് നെഗറ്റീവ് സെൻസിലല്ല, ഒരു ആവരണം, സൗഹൃദത്തിന്റെ ആവരണം നൽകി നമ്മളുടെ കഴിവുകേടുകളെ അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് അദ്ദേഹം നികത്തും. എന്നിട്ടാണ് നമ്മൾക്ക് സിനിമയില് പല പാട്ടുകളും പാടിയിട്ടുള്ളത്. അവിടെ അദ്ദേഹം ഇങ്ങോട്ട് പാടിത്തരുന്നതിന്റെ ഒരു കുറച്ചു പോലും തിരിച്ചു പാടാൻ പറ്റാത്ത പാട്ടുകളും എന്റേതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പറയണമല്ലോ, ഇത്തരം ഒരു അവസരത്തിലെങ്കിലും നമ്മളത് പറയണമല്ലോ. അപ്പൊ അങ്ങനെയാണ് പല പാട്ടുകളും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ എക്സൈറ്റ്മെന്റോ അങ്ങനെയുള്ള ഈ എക്സൈറ്റ്മെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി, ഇപ്പൊ ദാസേട്ടൻ പോലുള്ള കഴിവുള്ള ഒരു സിംഗർ എക്സൈറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ച് അദ്ദേഹത്തിന് അത് പറയാനുള്ള എന്താ പറയാ താക്കത്തുണ്ട്. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഒരു പാട്ട് എത്രത്തോളം അങ്ങനെയുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾക്കൊരു പാട്ട് പറഞ്ഞിരുന്നു, നമ്മളത് പാടുന്നു. എല്ലാ പാട്ട് പാടുമ്പോൾ അങ്ങനെയാണോ അതോ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് സിനിമ കാണുമ്പോ, തിയേറ്ററിൽ കാണുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാര്യം നമ്മളുടെ ശബ്ദം തിയേറ്ററിൽ ഇങ്ങനെ കേൾക്കുകയാണല്ലോ. അയ്യോ അത് ഒട്ടും നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അത് പുറത്തെവിടെയെങ്കിലും? നാട്ടിൽ തന്നെ അത്ര ഈ പറയുന്ന പോലെ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. തിയേറ്ററില് നമ്മുടെ പാട്ട് പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അതെ അത് ഈ പറയുന്ന പോലെ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ സംഭവങ്ങൾ. അത് പിന്നെ ഉറപ്പായിട്ടും നമ്മളത്. ഫസ്റ്റ് പാടിയ പാട്ട് ഏതായിരുന്നു സ്റ്റുഡിയോ പോയിട്ട് സാറിന് വേണ്ടിട്ട്? ഫസ്റ്റ് എനിക്ക് തോന്നുന്നു സെവൻസ് എന്നുള്ള മൂവിയാണോ എന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. സെവൻസ് ആണ്. അപ്പൊ അതിലൊരു ഫുട്ബോൾ സോങ്, അതായത് ജോഷി സാറിന്റെ മൂവിയാണ്. അപ്പൊ അതില് ഒരു ഫുട്ബോൾ സോങ് ഉണ്ട്. അത് ആ സമയത്ത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതിങ്ങനെ
കാലമൊന്നു കാലാൽ തട്ടിവിട്ട കേളി പന്തുപോലെ വാനിൽ പൊന്തി വന്ന സൂര്യൻ മേഘമെന്ന ജാലം മേലെ വന്ന് മൂടുന്നേ. ഇങ്ങനെ ഒരു പാട്ട്, അത് ഞാനും അരുൺ എളാട്ട് എന്നുള്ള സിംഗറും കൂടിയാണ് പാടിയത്. അപ്പൊ മെയിൽ ഡ്യുവറ്റ് ആയിരുന്നു അത്. അപ്പൊ അതാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം പാടുന്നത്, പുള്ളിക്ക് വേണ്ടി സിനിമയിൽ പാടുന്നത്. അതിനുശേഷം ഡാത്തടിയ എന്നുള്ള മൂവിയില് വാനം നീലയാണ് ബായ് എന്നുള്ള പാട്ടില് ലോകം ഉണ്ടയാണ് ബുദ്ധി മണ്ടേലാണ് ഈടെ പാമ്പുണ്ട് ഈടെ പല്ലിയുണ്ട് ഈടെ ഈടെ ചീങ്കണ്ണിമുണ്ട് ജ്ഞാനമുണ്ട് നീയുമുണ്ട് ബായ്. ഇങ്ങനെ ഒരു പാട്ട് പാടി. അങ്ങനെയാണത് ആദ്യത്തെ ഓർമ്മകൾ അങ്ങനെയാണ്. ലിറിക്സിന് എല്ലാവരും വേർഡ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് പാട്ടിലൊക്കെ അല്ലേ? ഉറപ്പായിട്ടും വരികളിലൂടെയാണ് പാട്ട് എപ്പോഴും നിലനിൽക്കുള്ളൂ, അല്ലാതെ ഡിക്ഷൻ ഇൻ ദ സെൻസ് നമ്മൾ മലയാളീസ് ആണ്. അപ്പൊ ചില സമയത്ത് ഇപ്പം ഈടെ ഉണ്ട് എന്നൊക്കെ പറയണത് ഈടെ, അത് സത്യം പറഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്നു ആ ഒരു കൊളോക്കിയൽ വേർഡ് അത് യൂസ് ചെയ്തതാണ്. ഈടെ എന്നുള്ള ഇവിടെ അതെ അതെ ഈടെ, അത് അങ്ങനെ തന്നെ പറഞ്ഞു പാടിയതാണ്. അത് എങ്ങനെയാ അത് പോയി സാറിന്റെ അടുത്ത് പോയി പഠിപ്പിച്ചു തരുമോ? അതോ എങ്ങനെയാ അതിന്റെ ഡിക്ഷൻ എങ്ങനെയാണ് ക്ലിയർ ചെയ്തത്? കാരണം വേറെ പാട്ടുകളുണ്ട് ഇപ്പൊ ഈടെ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കറക്റ്റ് കൊളോക്കിയൽ കൊടുക്കും വേണമല്ലോ. അത് പറഞ്ഞ് പുള്ളി, ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഗംഭീരമായിട്ട് പാടി തരും. ഈ പറയുന്ന എല്ലാ പാട്ടുകളും, ഞാൻ പാടിയിരിക്കുന്ന എല്ലാ പാട്ടുകളും അദ്ദേഹത്തിന് ഈസി ആയിട്ട് പാടാവുന്ന പാട്ടുകളേ ഉള്ളൂ. അത് നമ്മൾക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് ഞാൻ ഒരിക്കലും എന്താ പറയാ ഞാൻ മാത്രമാണ് ഒരു ചോയ്സ്, അങ്ങനെ ഒരു സംഭവമില്ല. അത് അദ്ദേഹത്തിന് ഈസി ആയിട്ട് നമ്മളെക്കാൾ നന്നായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകളേ ഉള്ളൂ അത്. അപ്പോ അത് വെച്ച് നോക്കുമ്പോ അങ്ങനെ കിട്ടി എന്നാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മളുടെ കഴിവുകേടുകളെ അദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് അദ്ദേഹം അത് നികത്തി നമ്മളെ ഒരു സിനിമ പാട്ടുകാരനാക്കി എന്ന് പറഞ്ഞത്. ഇപ്പൊ പണ്ടത്തെ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ അത് ഒരു ഒറ്റ ടേക്കില് പോണ റെക്കോർഡിങ്സ്. ഇപ്പൊ കുറച്ചും കൂടെ അത് മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ അല്ലെ? അതെ അതെ. ഞാനൊക്കെ സത്യം പറഞ്ഞാല് എനിക്കതൊക്കെ പറയാൻ അർഹതയുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാനൊക്കെ പാടിയ സമയം തൊട്ടേ മുറിച്ചൊക്കെ പിന്നെ ഒരു വാക്കൊക്കെ പാടിയിട്ട് അയ്യോ അങ്ങനെയൊക്കെ പാടാൻ അങ്ങനെയാണ്. കവർ സോങ്സ് ആണ് ഇപ്പൊ കൂടുതൽ ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ കവർ സോങ്സിന്റെ ഒരു ഓളത്തിൽ അങ്ങ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കവർ സോങ്സിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ പാടിയിടണമല്ലോ, അപ്പൊ അങ്ങനെ പാടുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ റീൽ സ്റ്റാർസിന്റെ ഒരു കാലഘട്ടമാണ്. പെട്ടെന്ന് സ്റ്റോറി പോവുക, അല്ലെങ്കിൽ ഓൺലൈൻ അങ്ങനെ സ്റ്റോറീസ് ഇടലും, അങ്ങനെ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം ആക്റ്റീവ് ആണ്? എനിക്കൊന്നും അത് ആക്റ്റീവ് ആകാൻ പറ്റുമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം അത് വേറെ തന്നെ ഒരു സ്വാഗാണ്. അത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മളൊന്നും അതിനൊട്ടും പര്യാപ്തനായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ പാട്ടുകൾ പാടി, അതൊക്കെ ഒരു എന്താ പറയാ ഒരു രോദനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു സെൽഫ് പ്രൊമോഷന്റെയും കൂടി ഒരു ഭാഗമായിട്ട് കാണുന്നവരുണ്ടല്ലോ. സെൽഫ് പ്രൊമോഷൻ അതൊന്നൊരു പിടിപാടില്ല ഒരു സംഭവത്തെ കുറിച്ച്. അതൊക്കെ ഒരു പഠിക്കേണ്ട ഒരു സംഭവമായിട്ട് ചിലരൊക്കെ എത്ര രസകരമായിട്ടാണ് ഇങ്ങനെ നമുക്ക് തന്നെ ഇങ്ങനെ കൗതുകം തോന്നും ഈ പറയുന്ന പോലെ. അതൊക്കെ കാണുമ്പോ നമ്മളൊക്കെ ചുമ്മാ ഇങ്ങനെ പാടിയിടും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനോടൊന്നും കിടപിടിക്കാൻ ഒന്നും നമുക്ക് സാധിക്കില്ല. നമുക്ക് അല്ല, ഇപ്പൊ എല്ലാരും സോഷ്യൽ മീഡിയ ആണല്ലോ യൂസ് ചെയ്യണത്. ഇപ്പൊ ഒരു സിംഗറിന് തന്നെ ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ സിംഗറിനെ കുറിച്ച് ആർക്കും അറിയില്ല. അത്രയും സിംഗേഴ്സ് അതൊരു പോയിന്റാ നിങ്ങൾ പറഞ്ഞ കാര്യം. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇപ്പോ ഒരു പഴയ കാലഘട്ടത്തില് ഇപ്പൊ ഞാനിപ്പോ കുറച്ച് അധികം സിനിമകൾ, കുറച്ചധികം എന്ന് പറഞ്ഞൊരു 10-25 പടങ്ങളോളം പാടി. അപ്പൊ അന്ന് ഒരു സിംഗർക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഇപ്പോ എന്നെ ഒരാൾക്കും അറിയില്ല. അല്ല, അതിന്റെ ഒരു ഇത് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും. സോഷ്യൽ മീഡിയ അതിനൊരു അതല്ലല്ലോ ഒരു അദാലത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സോഷ്യൽ മീഡിയ. പക്ഷെ ആളുകൾക്ക് സമയമില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. കാര്യം ഇപ്പൊ ഒരു പാട്ട് കേൾക്കുമ്പോ, ഇപ്പൊ ഒരു റീലിലുള്ള ഇപ്പൊ ഒരു ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് കേൾക്കുമ്പോഴും ആ റീലിൽ എന്താ പറയാ വാട്ട് ദ ഹിയർ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് അതിന്റെ ഫസ്റ്റ് ലൈൻ ചിലപ്പോ അവരെ കേൾപ്പിച്ചോ ഇത് ഏതാ പാട്ട് എന്ന് ചോദിക്കുവര്. ആ റീലിൽ ഹിറ്റാവുന്ന പോർഷൻ മാത്രമാണ് അവർക്ക് പാട്ട്. അവർക്ക് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോ ആരാണോ അതിനെ ഹിറ്റാക്കുന്നത് അതിന്റെ ആദ്യത്തെ ലൈൻ ചിലപ്പോ അവർക്ക് അറിയണം എന്നുണ്ടാവില്ല. ഇത് എഴുതിയത് ആരാണെന്ന് അവർക്ക് അറിയണം എന്നുണ്ടാവില്ല, ഇത് പാടിയത് ആരാണെന്ന് അവർക്ക് അറിയണം എന്നുണ്ടാവില്ല.
അതിന്റെ കമ്പോസർ ആരാണെന്ന് ഇതൊന്നും ചിലപ്പോ അവർക്ക് ആ പ്രൊഡക്റ്റ് മാത്രമായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ അത് എനിക്ക് വളരെ സങ്കടമായിട്ട് തോന്നുന്നുണ്ട് പലപ്പോഴും. ഇങ്ങനെ പേരുകളൊക്കെ പലപ്പോഴും ഇത് ഞാനാ പാടിയത് എന്ന് പറയേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴേ, അത്രയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയാലാണ് അത് നിലനിൽക്കുള്ളൂ എന്നുള്ളൊരു കാലഘട്ടം കൂടി കുറെ പേര് അങ്ങനെ ഫോളോ ചെയ്ത് അതൊന്നും ഒരു എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്നൊരു സംഭവം അല്ല അതൊന്നും. നമ്മളെ ടൈമും അതിൽ ഒരുപാട് സമയം പിന്നെ പോവും. സമയമല്ല, അതൊരു അതിനൊരു എന്താ പറയാ, ടോട്ടലി ഒരു വേറൊരു ടെക്നിക് വേണം. അതൊരു ഇന്റലിജൻസ് ആണ് കേട്ടോ അത് സത്യം പറഞ്ഞാൽ. അപ്പൊ അതെനിക്കില്ല, ഒട്ടുമില്ല. ഒരു പാട്ട് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു ബാൻഡ് ഫോം ചെയ്യുക, ബാൻഡ് സെറ്റ് ആക്കുക. പിന്നെ അത് വെച്ചിട്ടാണ് ആൾക്കാർ മറ്റേ ലോങ് ട്രിപ്പ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ടുള്ള ഷോസ് ഒക്കെ നടത്തുന്നതും. പിന്നെ ഫുള്ള് സോഷ്യൽ മീഡിയയിലൂടെയാണ് അങ്ങനെ ഒരു ബാൻഡിന്റെ കുറിച്ച് നമ്മൾ അറിയണതും. അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ സോഷ്യൽ മീഡിയ? തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബാൻഡ് എന്നുള്ളതിലുപരി ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻസ് ആണ് ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന എല്ലാവരും. ആരും സിനിമയുടെ മേമ്പൊടിയോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു കാരുണ്യത്തിനോ വെയിറ്റ് ചെയ്യാതെ സ്വന്തമായി പാട്ടുകൾ ഉണ്ടാക്കി അങ്ങനെ പോയിട്ടുള്ള അങ്ങനെയുള്ള മ്യൂസിഷ്യൻസിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആരെ എടുത്തു നോക്കിക്കോളൂ, ഒരു യേശുദാസോ ചിത്രയോ അല്ലെങ്കിൽ എന്താ പറയാ പഴയ ഒരു ലാസ്റ്റ് ജനറേഷൻ സിംഗേഴ്സ് ഒന്നും നമുക്ക് അവരെ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ദാസ് സാർ അല്ലെങ്കിൽ KS ചിത്ര ചേച്ചി അല്ലെങ്കിൽ MG ശ്രീകുമാർ സാർ, ഇവരൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ സിനിമാ പാട്ടുകളിലൂടെ മാത്രമാണ്, അല്ലേ? ശരിയല്ലേ? അപ്പൊ പക്ഷെ ഇന്ന് ഇപ്പൊ ഒരു ജോബ് കുര്യൻ എന്നുള്ളൊരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള സിംഗറെ നമ്മൾ കേൾക്കുന്നത് സിനിമാ പാട്ടിലൂടെ അല്ല. സിനിമാ പാട്ട് അദ്ദേഹം പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ തന്നെ ഒരു എന്താ പറയാ വളരെ കമ്പോസിങ് സ്കില്ലുള്ള ഒരു സിംഗർ ഇൻഡിപെൻഡന്റ് പാട്ടുകൾ ചെയ്യുന്നു. അത് സിനിമാ പാട്ടുകളേക്കാൾ കൂടുതൽ ഹിറ്റ് ആവുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് എന്താ നമ്മൾ ചോദിച്ചത്, ഞാൻ മറന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. അതെ. അപ്പൊ അവർക്ക് അവരുടെ പാട്ടുകൾ ഡയറക്ട്ലി ആളുകളിലേക്ക് എത്തിക്കാൻ ഇത്തരം സോഷ്യൽ മീഡിയകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കവർ സോങ് ആണെങ്കിലും ഇപ്പൊ പഴയ പാട്ടിനെടുത്ത് പുതുതായിട്ട് പാടുമ്പോ ഈ പുതിയ കുട്ടികൾക്ക് അതൊരു പഴയ അങ്ങനെ ഒരു പാട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു നല്ലതാണ്. പിന്നെ ഉറപ്പായിട്ടും പഴയ പാട്ടുകളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് നമുക്ക് പഠിക്കാനുള്ള. നമുക്ക് എങ്ങനെയാണ് ഒരു പാട്ടിനെ സമീപിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ഞാന് ഗോളം എന്നുള്ള സിനിമയിൽ പാടിയിരുന്നു. അതിന്റെ മ്യൂസിഷ്യൻ എബി സാൽവിൻ തോമസ് ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കും. നമ്മള് പാട്ട് പാടുകയല്ല രഞ്ജിത്ത് വേണ്ടത്, നമ്മള് ആ പാട്ടാകുകയാണ് വേണ്ടത്. അത്തരം ക്വാളിറ്റി ഉള്ള സിംഗേഴ്സ് ആയിരുന്നു ഈ പഴയ കാലഘട്ടം നമ്മൾ പറയുന്ന ആളുകൾ. അവര് സത്യത്തിൽ പറഞ്ഞാൽ പാട്ടാകുകയാണ് ചെയ്യണത്. നമ്മൾ എന്താ ചെയ്യണത്? ഞാനൊക്കെ ആ പാട്ട് പാടാൻ ശ്രമിക്കുകയാണ് ചെയ്യണത്. അതല്ല വേണ്ടതെന്ന് പറയും. അതിനുള്ളിൽ കുറെ അർത്ഥമുണ്ട് ഈ പറയുന്നതിന്. അപ്പൊ ഒരു പാട്ടിനെ നമ്മൾ സമീപിക്കുന്നത് നമ്മൾ ആ വരികൾ കൃത്യമായിട്ട് പാടുക, ട്യൂണിൽ പാടുക, ഇതല്ല. ആ പാട്ടാകുകയാണ് നമ്മൾ വേണ്ടേ എന്ന് പറയും. അതൊരു ഭയങ്കര അതെപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുക. അതിനുശേഷം പണ്ട് വിരലിൽ എണ്ണാവുന്ന പാട്ടുകാരുമാണല്ലോ ഉള്ളത്. അവരുടെ എല്ലാവരുടെയും സൗണ്ട് നമുക്ക് ഏത് പാട്ട് ആരാ പാടിയത് എന്നുള്ളത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ അത് ഞാൻ ഇടക്കേറി പറയുന്നല്ല, അത് അന്ന് അതിന് വേണ്ടി ശ്രമിച്ചിരുന്നു ആളുകൾ. ഇതാരാ പാടിയത്, ഇതാരാ എഴുതിയത്, ഇത് അല്ലെങ്കിൽ ഇത് എന്താ പറയാ രഞ്ജിത്ത് ജയറാമൻ എന്നുള്ളതിന്റെ പേര് പോലും പലപ്പോഴും രഞ്ജിത്ത് ജയറാം അങ്ങനെയൊക്കെ എന്താ പറയാ ഒരു അത് ദാറ്റ്സ് ഇനഫ്. രഞ്ജിത്ത് ജയറാം അങ്ങനെ കൽപ്പിച്ചു തരുന്ന ആള് പലപ്പോഴും. പക്ഷെ രഞ്ജിത്ത് ജയറാമൻ എന്നാണല്ലോ എന്റെ പേര് എന്നുള്ളത് ഞാൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇപ്പോ ഒരു ക്രെഡിറ്റ് അക്സെപ്റ്റൻസിലുള്ളൂ എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഈ ഒരു ചുതിക്ക് അല്ല. പിന്നെ സിനിമയ്ക്കും അതിലൊരു പങ്കുണ്ട്. സിനിമ ഹിറ്റ് ആയാലാണ് പാട്ടും അതിന്റെ കൂടെ തന്നെ അല്ലെ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഇന്നത്തെ പാട്ടിൽ അങ്ങനെ കുറെ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ. പണ്ട് ഒരു സിനിമയ്ക്ക് ഒരു 4-5 പാട്ടുകൾ ഉണ്ടെങ്കിൽ ഇന്നിപ്പോ ഒരു സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ചിലപ്പോൾ പാട്ടുകളും ഹിറ്റ് ആവുന്ന പോലെ ഉള്ളൊരു. പണ്ടത്തെ ഇപ്പൊ ഒരു അമരം എന്നുള്ള സിനിമ എടുത്താല് പണ്ടല്ലല്ലോ, ഒരുപാട് പണ്ടത്തെ സിനിമയല്ലല്ലോ അത്. അതിൽ ഓരോ പാട്ട് ഹിറ്റാണ്. ഇന്നിപ്പോ ഒരു സിനിമ എടുത്താല് ചിലപ്പോ അതിൽ ഒരു പാട്ടായിരിക്കും ഹിറ്റ് ആവുന്നത്. ബാക്കിയുള്ള പാട്ടുകളൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് ചിലപ്പോ ഈ ഹിറ്റാവുന്ന പാട്ടുകളെക്കാളും നല്ല പാട്ടുകൾ ചിലപ്പോ ആ സിനിമയിൽ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ നമുക്കൊരു റീസണോ കാരണമോ ഒന്നും കണ്ടെത്താനൊന്നും പറ്റില്ല. അത് അതിന്റെ ഒരു രീതിയാണ്. ബിജുപാൽ സാറിന്റെ കൂടെ അല്ലാണ്ട് ആരുടെ കൂടെയൊക്കെ പിന്നെ വർക്ക് രാഹുൽ രാജ് മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ
ജാസിച്ചേട്ടന്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ അതേതായിരുന്നു ആ പാട്ട്? ജാസിച്ചേട്ടന്റെ കന്നഡ സോങ്ങർ നല്ല പാട്ട്. പിന്നെ പിന്നെ എന്താ പറയാ, അങ്ങനെ നോക്കുമ്പോ ഇപ്പോഴുള്ള ജനറേഷനിലുള്ള എല്ലാരും അല്ല അങ്ങനെ കുറച്ച് ഇപ്പൊ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തമിഴിലേക്ക് ഓഫർ വല്ലതും? എനിക്ക് തോന്നണം ഈ ഓഫർ ഒന്നും കിട്ടലില്ല, അതൊക്കെ ആളുകൾ ചുമ്മാ പറയുന്നു ഓഫർ. ഞാൻ ഒരു സത്യം ഞാൻ തുറന്നു പറയാം, ഇപ്പോ വർക്കുകളെല്ലാം സംഭവിക്കുന്നത് സൗഹൃദങ്ങളിലൂടെയാണ്. അത് ആ വേർഡ് നിങ്ങളൊന്ന് ഓർത്തിച്ചോളൂ. കാര്യം അതില്ലാതൊരു വർക്ക് സംഭവിക്കില്ല ഇന്നത്തെ കാലത്ത്. അത് ചില ഭയങ്കര ഗംഭീരമായിട്ട് പാടുന്നുണ്ട്, അദ്ദേഹത്തെ വിളിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പൊ ഇവിടെ. സൗഹൃദങ്ങൾ ഉണ്ട്. എനിക്കറിയാവുന്ന കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്, ഇപ്പോ സുഹൃത്തുക്കളായിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഇപ്പൊ ഞാനൊരു ഗായകനാണ്, പിന്നെ എന്റെ ഒരു സുഹൃത്ത് യൂസ് ചെയ്യും. അങ്ങനെയുള്ള പാട്ടുകൾ കിട്ടുക, അല്ലാതെ ഓഫേർഡ് എന്നൊക്കെ കേട്ടിട്ടുള്ളതൊക്കെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ ശ്രേയാജി പോലെയുള്ള സിംഗേഴ്സിനൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. എനിക്ക് ഈ പറയുന്ന പോലെ കിട്ടുന്നതെല്ലാം ബോണസ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഏത് തരം പാട്ടുകളാണ് കൂടുതൽ കേൾക്കാൻ? പ്ലേലിസ്റ്റിലുള്ള പാട്ടുകൾ ഏതൊക്കെ തരത്തിലുള്ള പാട്ടുകളാണ്? പ്ലേലിസ്റ്റ് അങ്ങനെയൊന്നുമില്ല, എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്. മ്യൂസിക്കിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അതിനുവേണ്ടി പണിയെടുക്കണം. അത് നമ്മൾ കുറച്ച് ഈ തള്ളു പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ ആളുകൾ, കുറെ തള്ളും പറഞ്ഞിങ്ങനെ ഇരിക്കാം, അതിനുവേണ്ടി ബുദ്ധിമുട്ടണം. അതൊക്കെ ഇപ്പൊ കച്ചേരി എന്നൊക്കെ പറയുമ്പോ ഇപ്പോ റീൽസിലൊക്കെ ദാസാറിന്റെ ഒക്കെ പണ്ടൊക്കെ പുള്ളി പാടി വെച്ചിട്ടുള്ള കച്ചേരിയുടെ ശകലങ്ങളൊക്കെ റീൽസ്, അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ എന്താണ് ചെയ്യണേന്നുള്ളത്. കാര്യം അവരൊക്കെ പണിയെടുത്തിട്ടാണ് ഇവിടെ യേശുദാസ് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ 7 അയലത്ത് പോയിട്ട് അതാണ് പണി. അല്ലാതെ നമ്മൾ ഈ പറയുന്ന കുറെ തള്ളും പറഞ്ഞ് കുറെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ കുറെ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറയാന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഉള്ളു പൊള്ളയായിട്ട് നമുക്ക് പുറമേനി നടിച്ച് നടക്കാം. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ മനുഷ്യർക്കും ഒരു മടി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം കാര്യങ്ങളിലൊക്കെ. പിന്നെ അങ്ങനെ ഇപ്പൊ പാട്ട് പാടണം എന്നൊക്കെ വലിയ ആഗ്രഹവും ഇങ്ങനെ, എന്നാൽ അതിനുവേണ്ടി ഒരുപാട് പണിയെടുക്കാനോ ഞാൻ എടുക്കുന്ന പണി കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണി എന്നത് ഉദ്ദേശിച്ചത് പഠനം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഒരു തലമുറയാണോ ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടാവുമായിരിക്കും കേട്ടോ ആളുകൾ, ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഏതെങ്കിലും പാട്ട് പാടി കേട്ടിട്ട് അത് ഞാൻ പാടിയാലോ എന്ന് വിചാരിക്കുന്ന പാട്ടുകൾ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ പാടിക്കഴിഞ്ഞാൽ എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളൊരു പാട്ടുകളുണ്ടല്ലോ? കുറെ പാട്ടുകൾ അങ്ങനെ കേൾക്കുമ്പോഴൊക്കെ തോന്നാറുണ്ട് പാടണം. അത് പക്ഷെ അത് ഏറ്റവും കഴിവുള്ളവർ തന്നെ ആയിരിക്കും പാടിണ്ടാവുക. അല്ല, എന്നാലും നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളുണ്ടല്ലോ, ഇത് ഞാൻ പാടിക്കഴിഞ്ഞാൽ നന്നായി എന്നെ അടിപൊളിയായെന്നൊക്കെ ഉള്ള. അയ്യോ, അങ്ങനെയൊന്നും ഈ പറയണ പോലെ എല്ലാം ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ യേശുദാസ് സാറിന്റെ പാട്ടുകളൊക്കെ ഇരിക്കും. അതൊക്കെ ഞാൻ പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിക്കാലോ. ഇഷ്ടമുള്ള പാട്ടുകൾ പുള്ളിയുടെ കുറെ ഉണ്ട്, പാടണം തോന്നിയിട്ടില്ല. പക്ഷെ പാടാറുള്ള അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ക്ഷണക്കത്തിലേക്ക് പാട്ടുകൾ, ശരത് സാറിന്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഉണ്ട്. പാടണം എന്നും തോന്നിയിട്ടില്ല, ഞാൻ പാടും. എന്നെ ബോധിപ്പിക്കാനെങ്കിലും ഞാനിരുന്ന് പാടും, അത്രേ ഉള്ളൂ. ഈ പാട്ടിന് വേണ്ടി സൗണ്ടിൽ എന്തെങ്കിലും ഒന്നും ചെയ്യാറില്ല? അല്ല, എന്തെങ്കിലും മോഡുലേഷനോ അല്ലെങ്കിൽ ഡൈനാമിക്സ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നോക്കിയിട്ടുണ്ടോ? ഒരു പാട്ട് പാടാൻ വിളിക്കുമ്പോ ശ്രുതിയില് പാടാൻ പറ്റണേ എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതുപോലും പറ്റാറില്ല പലപ്പോഴും. ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പലതും ശരിയാക്കാറുള്ളത്. നമ്മള് കുറെ അഹങ്കരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. പലതും നമ്മള് ഇതൊക്കെ എനിക്ക് തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ പല പാട്ടുകളൊക്കെ ഈ പറയുന്ന പോലെ ശ്രുതി ശുദ്ധമായിട്ടെങ്കിലും ഒന്ന് പാടാൻ പറ്റണം. അവിടെ നമ്മൾ ഡൈനാമിക്സോ നമ്മളുടെ ആറ്റിറ്റ്യൂഡോ ഒന്നും സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ പാടേണ്ടി വരില്ലേ? ഓക്കെ, അത് ഇപ്പൊ 2019 ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ആദിരാത്രി എന്നുള്ള സിനിമ. അപ്പൊ അതിലെ പാട്ട് അത്യാവശ്യം ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഞാൻ പാടിയത്. അജു വർഗീസും അനശ്വരയും ഡാൻസ് ചെയ്തിട്ടുള്ള ഒരു സീക്വൻസിലുള്ള പാട്ട്. എനിക്ക് തോന്നുന്നു ലിപ്പിങ്ങിൽ ആദ്യം ഇറങ്ങിയ പാട്ട്. എനിക്ക് ലിപ്സിംഗ് വന്നിട്ടുള്ള പാട്ടുകൾ അങ്ങനെ അധികം കിട്ടിയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഇങ്ങനെ പാടുന്നത് കേൾക്കുമ്പോൾ ഒരു രസമുണ്ട്. അപ്പൊ അന്ന്
അത് പാടാൻ നേരത്ത് ബിജിയേട്ടൻ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് അജു വർഗീസിന്റെ പോലെ പാടാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ എവിടെയോ ചെറിയ സിമിലാരിറ്റി അതായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ഒന്നുമില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പോയി പാടിയാ മതി ഇങ്ങനെ പറഞ്ഞ പുള്ളി, വെറുതെ ചോദിച്ചാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓർമ്മയുണ്ട് നിങ്ങളിപ്പോ ഈ ചോദിച്ചോണ്ട്. അതേതായിരുന്നു ആ പാട്ട്? ഒരു രണ്ടുപേരി. ഞാനെന്നും കിനാവു കണ്ടൊരെന്റെ സ്വപ്ന വീരനായക, നീയാണൻ മനം കവർന്നൊരെന്റെ പ്രേമ കാവ്യനായിക, ഇങ്ങനെ പോകുന്നൊരു പാട്ട്. ഒരു ഒരു ഫൺഫിൽ ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു. പഠനം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ കയ്യിൽ. അപ്പോ ഇപ്പോ ബിജി ബാലിന്റെ സ്റ്റുഡിയോ ബോധി മ്യൂസിക് സ്പോട്ട്, അവിടെ ഹിന്ദുസ്ഥാനി ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അത് ശങ്കർ മഹാദേവൻ അക്കാഡമിയിലൊക്കെ പഠിപ്പിച്ച അജിത് സുബ്രഹ്മണ്യം, ദത്താത്രേയ വലയങ്കർ എന്നുള്ള ഗുരുജിയുടെ ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ പോലൊരു ഒരു വിദ്വാൻ തന്നെ പറയാം അൺഡൗട്ടഡ്ലി. അപ്പൊ അദ്ദേഹത്തെ പോലൊരാളെ നമുക്ക് ഹിന്ദുസ്ഥാനി ഗുരുവായിട്ട് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അപ്പൊ എല്ലാ ഞായറാഴ്ചകളിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. എവരി സൺഡേ. യെസ്. ഓൺലൈൻ ഓഫ്ലൈൻ. അതെ അതെ. നമുക്ക് രണ്ടുപേരും ഹിന്ദുസ്ഥാനി. അയ്യോ, അത് ഈ പറയുന്ന പോലെ തത്തമ്മേ പൂച്ച പൂച്ച നമ്മളിങ്ങനെ പോലെ എന്തെങ്കിലുമൊക്കെ പാടാന്നുള്ളത് അത് പാടാം, കുഴപ്പമില്ല. जा जा रे अपने मंदिरवा, 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 सुन पावे की सासन नदिया, जा जा रे अपने मंदिरवा, सुन पावे की सासन नदिया, जा जा रे अपने मंदिरवा. ഇങ്ങനൊരു ഒരു ഖയാലുണ്ടായില്ല പഠിച്ചതിന്റെ. ചുമ്മാ സാറ് പറഞ്ഞു തന്നെ എന്താണോ അത് അറിഞ്ഞു പാടുന്നല്ല, നമ്മളത് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. മ്യൂസിക് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? മ്യൂസിക്കേ ഉള്ളൂ, ലൈഫ് തന്നെ മ്യൂസിക്കാണ്, വേറെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഒന്നുമില്ല, വേറെ ഒരു പരിപാടിയില്ല, മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞ ഒരു മറ്റൊന്നിലും പെട്ടുപോയിട്ടില്ല. ഒരു രഞ്ജിത്ത് ജയറാമൻ എങ്ങനെയാണ്? എന്തിനു പുറത്ത്? അല്ല, മൈക്കിന് പുറത്ത് എപ്പോഴും ഇങ്ങനെയാണ്, ഫുൾ ടൈം ഇങ്ങനെ ടോക്കറ്റീവായി, പലപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുവോ എന്നൊക്കെ പറയുന്ന ഒരു ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തൊക്കെ. കൊച്ചി വിട്ടൊരു പരിപാടിയില്ല, കൊച്ചിയാണ് എന്റെ ഏറ്റവും വലിയ ട്രിപ്പ്. കൊച്ചിയിലുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ. അതെ, അല്ല സ്ഥലം കാണുക എന്നുള്ളതിലുപരി എനിക്ക് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോ വീടെത്തുക എന്നുള്ളൊരു സംഭവമുണ്ട്. അതുവരെയുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിയാണ് എനിക്ക് ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, കൊച്ചിക്കാരനായതിലൊക്കെ. ചിലപ്പോ എന്റെ ഒരു തോന്നലായിരിക്കാം, പക്ഷെ കൊച്ചി വിട്ടിട്ടൊരു പരിപാടി ഇല്ല എന്ന് പറയില്ലേ, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നല്ലേ, അതന്നെ ആ ഒരു സംഭവം അന്വർത്ഥമാണ് ശരിക്കും. മ്യൂസിക് അല്ലാണ്ട് അതർ ഹോബീസ്, ഇപ്പം ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ ഭയങ്കര നഷ്ടങ്ങളാണെന്ന്. ഇപ്പൊ പല യങ്ങർ ജനറേഷനിലുള്ള ആളുകളൊക്കെ ഇപ്പൊ ഞാൻ ടു ബി ഫ്രാങ്ക്, ഇപ്പൊ ബിജിയേട്ടന്റെ മകനുണ്ട് ദേവദത്ത് ബിജിപാൽ, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ ആണ്. പിയാനോ വായിക്കും, ഗിറ്റാർ വായിക്കും, കമ്പോസ് ചെയ്യും, എന്താ പറയാ പ്രൊഡക്ഷൻ ചെയ്യും, റെക്കോർഡ് ചെയ്യും. അപ്പോ എന്താ പറയാ എല്ലാം ചെയ്യും. അവൻ പാടും, അസാധ്യമായിട്ട് പാടും. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഒന്നും കൂടി ജനിക്കായിരുന്നു. നമ്മള് കൊറേ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ടൈം. നമുക്ക് ഇനിയും ചെയ്തുകൂടെ? എനിക്ക് തോന്നുന്നില്ല. ഒരു മടി ഉള്ളൊരു സ്വതവേ മടിയുള്ള ഒരാൾക്ക് ഈ പുറമേ, ഞാൻ പറഞ്ഞല്ലോ പുറമേനി നടിക്കാമെന്നല്ലാതെ അതൊക്കെ നല്ല പണിയെടുക്കണം. അതിന് പ്രായം അതൊക്കെ ചുമ്മാ ആളുകൾ പറയുന്നതല്ലേ. പ്രായം അതൊരു നമ്മുടെ മടി മാറ്റി വെച്ചാ വിചാരിക്കുന്ന മടി മാറ്റി വെക്കാൻ പറ്റില്ല. ഈ പറയുന്ന ആരംഭശൂരത്വം ചില പിള്ളേര് കണ്ടല്ലേ, ക്ലാസ് തുറക്കുമ്പോ ഞാൻ അങ്ങനെയായിരുന്നു, പുസ്തകമൊക്കെ ചട്ടയിട്ട് ക്ലാസ് തുറന്നൊരു 10 ദിവസത്തേക്ക് ഭയങ്കര പഠിത്തമായിരിക്കും. അത് കഴിയുമ്പോ വീണ്ടും അതൊരു പിന്നെ എങ്ങനെയെങ്കിലും ക്ലാസ് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അത്
ഇപ്പൊ ബിജിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അത് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അത് നമ്മൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടമില്ല എന്നുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി എന്നാൽ അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് വെക്കുക. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടി, അത് ഗീവ് അപ്പ് ചെയ്യാതെ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളത് ഇഷ്ടപ്പെട്ട് തുടങ്ങും കുറെ ചെയ്യാൻ ശ്രമിക്കുമ്പോ. ആ ഒരു പരിപാടി എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ ശ്രമിച്ചിട്ട് ഒരു പരിപാടിയും പറ്റില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോവാന്നുള്ളതല്ലാതെ. അങ്ങനത്തെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണോ? എന്താ പറയാ, സ്റ്റൈലിങ്ങിന് ഇപ്പൊ തന്നെ ഭയങ്കര കണ്ടംപററി സ്റ്റൈലിലാണല്ലോ വന്നിരിക്കുന്നത്. അറിയില്ല, എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 500 രൂപ കൂടുതലുള്ള ഒരു ഷർട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇത് ഈ ഒരു എന്താ പറയാ, ഈ ഒരു മുണ്ട് 100 രൂപയാണ് എന്റെ എമൗണ്ട്. അപ്പൊ അത് അതിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഒരുപാട് എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ്, അതിലാണ് ഭയങ്കര ബോറായിട്ടൊക്കെ പറയാറുണ്ട് ആളുകൾ. പക്ഷെ ഈ പറയണ പോലെ എന്തോ ഞാനിങ്ങനെയാണ് ബായ് എന്ന് പറയില്ലേ, അത് അങ്ങനല്ലേ. ഇപ്പൊ തമിഴ് പാട്ട് നമുക്ക് രണ്ടും ഇഷ്ടമുള്ള ഏതെങ്കിലും തമിഴ് പാട്ടിന്റെ ഒരു 4 വരി? തമിഴ് അമ്മേ തമിഴ് ഏതാ? രാജാ സാറിന്റെ പാട്ടുകളൊക്കെ. രാജാ സാറിന്റെ പാട്ടല്ലേ? രാജാ സാറിന്റെ ഗീതാഞ്ജലി എന്നുള്ള മൂവി ഉണ്ട്. അത് ആക്ച്വലി ഇറ്റ് ഈസ് ഇൻ തെലുഗു, പക്ഷെ തമിഴില് ഒരു പാട്ടുണ്ടല്ലോ അതിന്റെ. ഓ പാപ്പാ ലാലി കൺമണി ലാലി പ്രേമകേ ലാലി പാടിനേ കേളടിയോ പാപ്പാ ലാലി കൺമണി ലാലി പൊന്മണി ലാലി പാടിനേൻ കേളടിയോ പാപ്പാ ലാലി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രിയങ്കരായിട്ടുള്ള പാട്ടാണ് പുള്ളിയുടെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ, പിന്നെ ചേട്ടന്റെ ഫാമിലി. ചേട്ടൻ പാട്ട് പാടുവോ? ഏയ് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ആരും അങ്ങനെ ആരുമില്ല. എനിക്കെന്തോ ഇങ്ങനെ തെറിച്ച് കിട്ടിയ പോലെ എന്തൊരു ബ്ലെസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു താവഴികളൊന്നുമില്ല അങ്ങനെ പറയുമല്ലോ. അതെ 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 അല്ല അതെ. പക്ഷെ പാട്ട് ബോണായിട്ട് വരുന്നതും ഉണ്ടല്ലോ, ബോണായിട്ട് വരുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ബിലോ ആവറേജ് സിംഗർ ആയിട്ടായിരുന്നു എനിക്ക് തന്നെ സ്വയം തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങൾ, സംഗീത സൗഹൃദങ്ങളാണ് ഒരാളെ മോൾഡ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ആ കിട്ടിയിട്ടുള്ള സംഗീത സൗഹൃദങ്ങൾ മോശമാണെങ്കിൽ നമ്മളുടെ പാട്ടും അതുപോലെ വികലമാകുമെന്ന് അതായത് ഐ ആം എക്സ്പീരിയൻസ്ഡ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ എനിക്ക് ഭാഗ്യവശാൽ കിട്ടിയിട്ടുള്ള സംഗീത സൗഹൃദങ്ങൾ വളരെ നല്ല വ്യൂ പോയിന്റ് ഉള്ള ആളുകളെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ, അത് ടാലന്റ് വേണം, ബോൺ ടാലന്റ് വേണം, പാടാനുള്ള കഴിവ് വേണം. പക്ഷെ നമ്മളെ അത് മോൾഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഫ്രണ്ട്സ് എപ്പോഴും അത് നമ്മളെ എപ്പോഴും അപ്ലിഫ്റ്റ് ചെയ്യാൻ ഉള്ള ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള വഴിയായിരിക്കണം. പക്ഷെ അവര് പറയണത് അല്ലാതെ അവര് പറഞ്ഞു തരുന്ന വഴി തെറ്റാണെങ്കിലോ? തെറ്റ് ഇൻ ദ സെൻസ് ഒരു വേ ഓഫ് സിംഗിങ് ഈസ് ടോട്ടലി റോങ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോ അതിലേക്ക് ആയി പോകുമല്ലോ പാടുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങൾ ഈ പറയുന്ന പോലെ സ്നേഹമൊക്കെ ഒരുപാട് വലുതാ. കാര്യം സിനിമയിൽ പാടുന്ന അതേപോലെ തന്നെ പാരലലി ഞാൻ നാടകങ്ങൾ പാടാറുണ്ട്. നാടകങ്ങളുടെ ഒരു വലിയൊരു കുത്തൊഴുക്ക് ഇപ്പോഴും ഉണ്ട്. സ്റ്റിൽ ഒരുപാട് നാടകപ്രേമികളായിട്ടുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ കേരളം. അപ്പൊ നാടകം പാടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എളുപ്പം മീൻസ് സോ കോൾഡ് പ്യുവർ മ്യൂസിക് ആണ് നാടകത്തിൽ ഇപ്പോഴും. അവര് പാട്ടുകൾ പഴയ ദേവരായ മാഷൊക്കെ ചെയ്യുന്ന പോലെയുള്ള പാട്ടുകളാണ് എപ്പോഴും നാടകത്തിൽ. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് സൗഹൃദങ്ങളും അതിൽ ഒരുപാട് സ്നേഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോ പ്രത്യേകിച്ചും സെബി നായരമ്പലം പോലെയുള്ള സീനിയർ മ്യൂസിഷ്യൻ ഉണ്ട് നാടകത്തിൽ. അദ്ദേഹത്തിന്റെ ഒരു 10-20 നാടകങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ അനിൽ മാള, അദ്ദേഹം, ഇവരൊക്കെ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ് ആണ് നാടകത്തിൽ. അപ്പോ സിനിമ പോലെ തന്നെ അതിലും അവാർഡ്സ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളാണ്. ഇവരുടെയൊക്കെ സ്നേഹവും ഒക്കെ പാട്ടുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് നാടകത്തിലും പാരലലി ഞാൻ പാടുന്നുണ്ട് എന്ന് പറയായിരുന്നു.
ഇനിയൊരു ഡ്രീം ഉണ്ടെങ്കിൽ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഡ്രീം എന്ന് പറയുമ്പോഴേ അതിനുവേണ്ടി ഒരുപാട് പണിയെടുക്കണം. ഡ്രീം ഞാൻ എപ്പോഴും ഇത് ഊന്നി പറയുന്നത്, ഫ്യൂച്ചറിലേക്ക് എങ്ങനെ എനിക്ക് അവിടെ എത്തണം എന്നൊക്കെയുള്ള ഒരു സംഭവം. അങ്ങനെ എത്താനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രയത്നിക്കണം. എനിക്ക് അത്തരം പ്രയത്നിച്ചാൽ എത്തേണ്ട ഒരു സ്റ്റേജ് ഏതായിരിക്കും? കമ്പോസിംഗ് താല്പര്യമുണ്ടോ? കമ്പോസ് ചെയ്യാറുണ്ട്. അതൊരു അങ്ങനത്തെ ഒരു അസ്കിത ഉണ്ട് ചെറുതായിട്ട്. അപ്പൊ ശ്രമിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. കമ്പോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാലേ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പുഷിന്റെ ആവശ്യം കൂടുതൽ. കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ചിട്ട് പണിപ്പെട്ട ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പോസ് ചെയ്യണത് ഒരു രസകരമായിട്ടുള്ള ഒരു യാത്രയാണ്. എനിക്കൊരു പാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുമല്ലോ നമുക്ക്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്കരമായിട്ടുള്ള പരിപാടിയാണ്. അതായത് എവിടെ ചെയ്താലും അത് മറ്റൊരു പാട്ടായിട്ട് സാമ്യം ഉണ്ടാവും. അപ്പൊ കമ്പോസ് ഈ ആളുകൾ ഈസി ആയിട്ട് പറയുമെങ്കിലും അത് മറ്റൊരു പാട്ടായിട്ട് സാമ്യത ഇല്ലാതെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കമ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പൊ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്, കമ്പോസ് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ഡ്രീം എന്ന് പറഞ്ഞെങ്കിൽ ഒരു കമ്പോസർ ആവാന്നൊക്കെ ഉള്ള ഒരു സംഭവം. പാട്ടുകാരനായിട്ട് നിൽക്കണം എനിക്ക്. പിന്നെ കമ്പോസർ ലെവലാണ് കൂടുതൽ. തീർച്ചയായിട്ടും ഞാൻ സത്യം പറഞ്ഞാല് പാട്ടുകാരനായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഏത് തുറയിലാണെങ്കിലും കുഴപ്പമില്ല, പാട്ട് പാടുക, അതിന്റെ അപ്പുറം ഒരു സന്തോഷം എനിക്ക് എന്ത് ചെയ്താലും കിട്ടാറില്ല. പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കുക, പാടുക, അത്രേ ഉള്ളൂ. മ്യൂസിക് ഹീലിംഗിന്റെ ഒരു മെയിൻ ഫാക്ടർ ആണല്ലോ അല്ലേ? ആണോ? മ്യൂസിക് ഹീൽസ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മള് പറയില്ലേ, നമ്മള് പെട്ടെന്ന് ഒരു സത്യം പറഞ്ഞ ഒരു വിഷമിച്ചിരിക്കുന്ന സംഭവം നമുക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ, ഉണ്ടാകുമായിരിക്കും. അതൊക്കെ പേഴ്സണൽ ആയിരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും ഇപ്പൊ നമ്മള് വളരെ ദുഃഖിച്ചിരിക്കും എന്നൊരു പാട്ട് കേട്ടേക്കാം, അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല, ഉറപ്പായിട്ട് തോന്നിയിട്ടില്ല. നമ്മൾ വളരെ ദുഃഖിച്ചിരിക്കുമ്പോ നമ്മൾ കരയണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ഹീലിംഗ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നമ്മൾക്കൊരു പാട്ട് കേട്ടിട്ട് മൂഡിനെ മാറ്റാന്നുള്ളതാണ്. നമ്മൾ ആ മൂഡിൽ ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ചില ആൾക്കാരുടെ മൂഡ് ചിലപ്പോൾ ഡിസ്ട്രാക്ട് ആ പാട്ടിനെ കൊണ്ട്. ഇപ്പം ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ട് കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാൾ തിരിച്ചു അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു പേഴ്സൺ ബൈ പേഴ്സൺ അവരുടെ മാത്രം ഒരു ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇനി മൂഡ് ഓഫ് അതെന്താണ് അവസ്ഥയെന്ന് പോലും എനിക്കറിയില്ല. കാര്യം മൂഡ് ഓഫ് ആകും, അത് മൂഡ് ഓഫ് ആകാൻ ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെയായിരിക്കും, ആ മൂഡ് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കും. അല്ലാതെ ആ സമയത്ത് അയാൾ ഇറിറ്റേറ്റഡ് ആയിരിക്കും, ആ സമയത്ത് അയാള് ഏറ്റവും കൂടുതൽ അമ്മയോടൊക്കെ ആയിരിക്കും ദേഷ്യപ്പെടുക, എന്ത് പറഞ്ഞാലും ദേഷ്യം തോന്നുക. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഒരു പാട്ട് കേട്ട് നമുക്ക് ആ മൂഡ് അങ്ങ് മാറ്റിയേക്കാം. ശരി, അതിനു വേണ്ടി ഒരു 5 പാട്ട് ഞാൻ പ്ലേലിസ്റ്റ് ഇങ്ങനെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇതെനിക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നവരോട് അവർക്കത് വർക്കൗട്ട് ആവുണ്ടാവും. എനിക്കത് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കത് മൂഡ് ഓഫ് ആയ മൂഡ് ഓഫ് തന്നെയാണത്. നമ്മളത് അതിന് സമയം തന്നെയാണ്. ആ സമയം കിട്ടി നമ്മളത് പുറത്ത് കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. ആ മൂഡ് ഓഫ് ആകുക എന്ന് പറഞ്ഞാൽ മൂഡ് ഓഫ് ആകുന്ന അതൊരു പർട്ടിക്കുലർ റീസൺ ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ്. അല്ലാതെ പാട്ട് കേട്ട് മൂടി ഒരു പുറത്ത് വരിക എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നൊരു. ചിലപ്പോ ഒരു മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു വർക്കിന് വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓക്കെ അതങ്ങ് പോയി. വർക്ക് ഇൻ ദ സെൻസ് ഒരു പുതിയ പാട്ട് പാടാൻ വിളിക്കുമ്പോൾ ചിലപ്പോ നമ്മൾ സന്തോഷമല്ല, നമ്മള് അതിലേക്കാവും. അങ്ങനെ ചിലപ്പോ അതിൽ നിന്ന് പുറത്തു വരും എന്നല്ലാതെ ഒരു മൂഡ് ഓഫിന് എനിക്കൊരു പാട്ട് കൊണ്ടൊന്നും എനിക്ക് ആ മൂഡ് ഓഫ് മാറ്റി എന്നാ പിന്നെ ഒരു 10 പാട്ട് കേട്ടാ ഇനിയിപ്പൊ മൂഡ് ഓഫ് മാറി അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ ചുമ്മാ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാട്ട് കേൾക്കുമ്പോ നമ്മള് ഇപ്പൊ സങ്കടം വരുന്ന പാട്ട് കേൾക്കുമ്പോ നമുക്കൊരു സങ്കടം വരണം. അപ്പൊ അത് രസകരം. എനിക്ക് ആ സങ്കടം ഒരു ഭയങ്കര ഒരു മൂഡാണ്. ആ ഒരു സങ്കടം വരുന്നൊരു പാട്ട് കേൾക്കുമ്പോ നമുക്ക് ആ സങ്കടം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ പാട്ടിന്റെ വിജയമാണ്. സന്തോഷം തരുന്ന പാട്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ആളുകൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സന്തോഷം ഉണ്ടാക്കുന്ന പാട്ടുകളുണ്ട്, അങ്ങനെ ഇല്ല എല്ലാ പാട്ടുകൾക്കും. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കൊക്കെ സന്തോഷം വരാറുണ്ട്. അങ്ങനെ ഒരു പാട്ട് പറഞ്ഞേ പെട്ടെന്ന് സന്തോഷം വരുന്ന പാട്ട്, ചൂളമടിച്ചു പിറങ്ങി നടക്കും. അപ്പൊ ഞാൻ എന്റെ ബാക്കിലോട്ട് ഇപ്പൊ നമ്മള് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള പണ്ട് പോയ കോളേജ് ലൈഫും അതൊക്കെ പെട്ടെന്ന് നമ്മുടെ മൂഡിനെ പെട്ടെന്ന് അങ്ങോട്ട്. അയ്യോ, അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ മൂഡ് ടോട്ടലി എനിക്ക് പോവുകയുള്ളൂ കേട്ടോ. കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് 10ാം ക്ലാസ്
നമ്മളായിരിക്കുന്ന ഒരു വിത്തൗട്ട് ഫിയർ, വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി, വി ക്യാൻ സിറ്റ് ഈസിലി ആൻഡ് സ്റ്റഡി. ക്ലാസ്സോ? നമുക്ക് അങ്ങനെ, അതെ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് തുടങ്ങുമ്പോഴേ ഒരു ഫിയർ ഫാക്ടർ ആയിട്ടാണ് നമ്മൾ പഠനമല്ല ഉദ്ദേശിച്ചത്. ആ ഒരു ക്ലാസ് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് എടുത്ത് വെക്കാൻ അമ്മയുണ്ട്, പൈസ തരാൻ അച്ഛനുണ്ട്, എല്ലാരും ഇങ്ങനെ. ആ ഒരു കാലഘട്ടം നമുക്ക് തിരിച്ചു കിട്ടും. എനിക്ക് ഒരിക്കലും അത് ചിന്തിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. അത് നിങ്ങളിപ്പോ പറഞ്ഞ അതെ, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സമയത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമേ നമ്മൾ വിഷമം വരാറുള്ളൂ. അല്ലാതെ ഇപ്പൊ ബാക്കി ഒന്നിനൊക്കെ ഇപ്പൊ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞാട്ടോ, എനിക്ക് കോളേജൊക്കെ ചിന്തിക്കുമ്പോഴേ ഒരിക്കലും നമുക്കിനി അവിടെ തിരിച്ചു പോയി ഇരിക്കാൻ പറ്റില്ലല്ലോ. അത് ഒരു തീരാ നഷ്ടങ്ങളാണ് നമ്മൾക്കുള്ള ലൈഫില് കിട്ടുന്ന തീരാ നഷ്ടം. നമ്മൾ അന്നത് ചിലപ്പോ അത് മനസ്സിലാക്കില്ലല്ലോ. ഇതൊരു സോ കോൾഡ് വളരെ ബോറിംഗ് സബ്ജക്റ്റ് ആയിരിക്കും, പക്ഷെ എന്നെ കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ നമ്മൾ വിഷമിക്കും. അയ്യോ അത് ഇനി അതുണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇപ്പോഴെന്താണോ അതൊക്കെയാണ്, ഹാപ്പിയാണ്. പക്ഷെ ചിലപ്പോ ഇന്നത്തെ കുറിച്ച് മെമ്മറീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരാറില്ലേ? സന്തോഷമാണ്, അറ്റ് ദ സെയിം ടൈം സങ്കടമാണ്. അതൊരിക്കലും നമുക്ക് ഇനി തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു അതെ, ഫാക്ടാണ് ഉറപ്പായിട്ടും. അപ്പൊ അങ്ങനെ എനിക്കൊക്കെ നല്ല ബാല്യമാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടിക്കാലമൊക്കെ നല്ല തിമിർത്ത് ഫുൾ ടൈം കളി, അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുള്ളൊരു ബാല്യാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോഴേ ഒരു രക്ഷയില്ല. അത് നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതാണ് എന്നെ സംബന്ധിച്ചിട്ട് സങ്കടം എന്ന് പറയുന്ന അതാണ്. അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടേയില്ല അത്തരം കാര്യങ്ങളൊക്കെ. ആ ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ ആളുകൾ പറയില്ലേ, അതിനെ ഒരു ആ പേരൊക്കെ ഇട്ട് വിളിക്കാന്നറിയില്ലേ. പക്ഷെ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് വളരെ മോശപ്പെട്ട ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഓരോരുത്തരുടെയും ചിന്തകൾ. അതെ അതെ, എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോ സങ്കടമാണ് വരാറുള്ളത്, സന്തോഷത്തെക്കാൾ കൂടുതൽ. നമുക്കതൊന്നും ആലോചിക്കണ്ട. ഞാൻ കുറച്ച് മൂഡ്സ് തരാം. അതായത് ഓരോ മൂഡ് അനുസരിച്ച് നമുക്ക് 4 വരി പാട്ടുകൾ ശ്രമിച്ചു നോക്കാം. ഒരു റൊമാൻറ്റിക് മൂഡ് ആകുമ്പോഴൊരു 4 വരി പാട്ട്. എന്റെ സിന്ദൂരരേഖയിലെങ്ങും ചേരുന്നു സ്നേഹവിലാപം, പിടയുന്നു മായാവീണയിൽ, പ്രിയ സന്ധ്യ തേടുന്നൊമ്പരം ദൂരെ ദൂരെ. ഇങ്ങനത്തെ ഒരു കറക്റ്റാണ്, നല്ലൊരു മൂഡാണത്. പിന്നെ എന്താ പറയാ, നല്ല മഴ ഉള്ള സമയത്ത് നമുക്കിപ്പം മഴക്കാലം കൂടെ ആണല്ലോ, നല്ല മഴ നോക്കിയിരിക്കുമ്പോ നമുക്ക് ഏതൊരു പാട്ടിലോടായിരിക്കും കൂടുതൽ പാടാൻ? മഴ എന്ന് പറയുമ്പോ ജോൺസൺ മാഷ് കൂടെ ഒരു കട്ടൻ കാപ്പി. കാപ്പിയൊന്നും കുടിക്കാറില്ല, കാപ്പി ഞാൻ കുടിക്കാറില്ല. ആണോ? ശരി. ജോൺസൺ മാഷിന്റെ പാട്ടുകൾ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ മഴ എന്ന് പറഞ്ഞോണ്ടേ ഞാനൊരു തമാശ പാട്ടിൽ പറഞ്ഞ, പക്ഷെ ജോൺസൺ മാഷിന്റെ പാട്ടുകൾ. ആകാശമാകെ കണിമല കതിരിടാൻ പുലരി പോൽ വരൂ, പുതുമഞ്ഞിനു പൂവിടാൻ കൊതിയായി നീ വരൂ, ആകാശമാകെ. അയ്യോ, ഞാന് ഡൈ ഹാർഡ് പത്മരാജൻ ഫാനാണ്. എനിക്ക് അദ്ദേഹം കഴിഞ്ഞിട്ടേ ഉള്ളൊരു സിനിമാകാരൻ എന്ന് പറയുന്നതിൽ പി പത്മരാജൻ സാറിനെ കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടി എനിക്കുള്ളൂ. എനിക്ക് എന്റെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു സിനിമ ഏതെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ സംശയഭേദമന്യേ ഞാൻ പറയും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ള സിനിമ. അപ്പൊ അത് കഴിഞ്ഞിട്ടേ എനിക്കൊരു സിനിമ, ഞാനൊരു എബോ ഒരു 300 ടൈംസ് ഞാനത് കണ്ടിട്ടുണ്ടാവും. ഓരോ തവണ കാണുമ്പോഴും ഓരോരോ. എന്നാൽ അതിലത്തെ പാട്ട് ഒരു ലോങ് ഡ്രൈവിന് പോകുമ്പോഴുള്ള ഒരു പാട്ട് നമുക്ക് തന്നെ ഈ സിനിമയിൽ തന്നെ അത് ആകാശമാകെ വൺ ഓഫ് അതിലെ പാട്ടാണ്. പിന്നെ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയിഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു, പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ തുടുശോഭയിഴും നിറമുന്തിരി നിൻ മുഖസൗരഭമോ പകരുന്നു, പവിഴം പോൽ പവിഴാധരം പോൽ.
പാട്ട്. വല്ലാത്തൊരു മൂഡ് അയ്യോ ഭയങ്കര പാട്ടാ എന്റെ പൊന്നേ. ഒരു മിഡ് നൈറ്റ് സൈലൻസിൽ വരുമ്പോഴുള്ളൊരു പാട്ട് ഏതാണ്? ഒന്നിങ്ങനെ നിങ്ങൾ തന്നെ പറയൂ ഏതാ പാട്ട്? സൈലൻസില് അങ്ങനെ ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ, എനിക്ക് ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് അതാണ്, പാതിരാമഴ ഏതോ എന്നുള്ള. പാതിരാമഴ ഏതോ ഹംസഗീതം പാടി വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴ ഏതോ ഹംസഗീതം പാടി. അത് എന്താ പറയാ, പിന്നെ അല്ല അത് രാത്രിയിൽ ഇങ്ങനെ നമ്മളെപ്പോഴും അല്ലെ നല്ല ഭയങ്കര രാത്രിയൊന്നുമല്ല, ഇത് ഇത്തരം പാട്ടുകളൊന്നും തൊടാൻ പറ്റില്ല. അല്ല രാത്രി നിൽക്കുമ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന്, സത്യം പറഞ്ഞാൽ അങ്ങനെ വരാറില്ലേ പെട്ടെന്ന്. നല്ല പാട്ടാ. അതെ, സൗണ്ടിന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. അല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ചൂട് വെള്ളമോ അങ്ങനെ തണുത്തത് അങ്ങനെ കഴിക്കാറില്ല. കാര്യം എനിക്കങ്ങനെ പൊതുവെ ഐസ്ക്രീമിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തൊരു കൂട്ടത്തിലാണ്. അവന് അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ സൗണ്ട് ഭയങ്കര ഗംഭീരമായിട്ടുള്ള സൗണ്ട് ഒന്നും അല്ലല്ലോ ഈ പറഞ്ഞ പോലെ. അങ്ങനെ പ്രിസർവ് ചെയ്യേണ്ട ഒരു അങ്ങനെ ഇപ്പൊ ഓക്കെ ഓൾവേസ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാര്യം അങ്ങനെ ഇരുന്നാലായിരിക്കും നന്നാകുക. കുറെ ഓവർ കെയർ ചെയ്താൽ എനിക്ക് തോന്നണം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഒരു നോർമൽ ഒരു മനുഷ്യൻ എന്താ കുറച്ച് മഴ നനയുക, കുറച്ച് വെയിൽ കൊള്ളുക, കുറച്ച് പൊടി വലിച്ചു കയറ്റുക, ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ല. അല്ലാതെ നമ്മള് ഫുൾ ടൈം മാസ്ക് ഒക്കെ വെച്ച് അയ്യോ എനിക്ക് നാളെ ചുക്ക് കാപ്പി ഈ ഒരു സംഭവത്തിലേക്ക് വന്നാൽ മൊത്തത്തിൽ കുളമാവും നമ്മൾ. അതിലും നല്ലത് എങ്ങനെയാണോ അങ്ങനെ അങ്ങ് പോവുക. ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമയിലെ നമുക്ക് 4 പേര് പാടിയിട്ട് നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാം. അത് കുറച്ച് എന്റെ കരിയറിൽ ഞാൻ പാടിയിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സോഫാർ എനിക്ക് കിട്ടിയുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അപ്പോ ബിജിയേട്ടൻ അതിന് താങ്ക്ഫുൾ ടു ഹിം. പുള്ളിക്ക് അത് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല ഈ പറയുന്ന പോലെ താങ്ക്സ് ഒക്കെ പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തോടുള്ള താങ്ക്സ് പറയാം. എഴുതിയിരിക്കുന്ന മനു മഞ്ജിത്താണ്. അപ്പോ ഇത് പാടിക്കുമ്പോഴും പുള്ളി പറഞ്ഞത് ഒരിക്കലും ചിലപ്പോ ഓക്കെ ആകാൻ ചാൻസ് ഇല്ല, നമുക്ക് പാടി നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയ ഒരു ലോട്ടറിയാണ് എനിക്ക് ആ പാട്ട്. അപ്പൊ അത് ഞാൻ പാടാം. എവിടെയാ പ്രകാശം അറിയാ പാത നീളേ ഇരുൾ പരന്നൊരു നേരം മനം തളർന്നൊരു യാനം നിഴലാകുമാ ചോദ്യമോ പൊഴിഞ്ഞിടാമഴമേഘമായി എവിടെയാ പ്രകാശം അറിയാ പാത നീളേ ഇരുൾ പരന്നൊരു നേരം മനം തളർന്നൊരു യാനം നിഴലാകുമാ ചോദ്യമോ പൊഴിഞ്ഞിടാമഴമേഘമായി. ഇങ്ങനെയാണ് ഈ പാട്ട്. കുറച്ച് റേഞ്ചുള്ള, അതെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട്, കുറച്ചല്ല ഒരുപാട് ബുദ്ധിമുട്ടി പാടിയ പാട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഓൾ യുവർ അപ്കമിങ് പ്രോജക്ട്സ്. ഇനി മടിയൊക്കെ മാറ്റി വെച്ചിട്ട് കമ്പോസിങ് സൈഡിലും എല്ലാത്തിലും നമ്മൾ ഇനി കമ്പോസ് ചെയ്ത പാട്ടുകളും കൂടിയിട്ട് അടുത്ത എപ്പിസോഡ് അടുത്ത ഇന്റർവ്യൂല് നമുക്ക് കാണണം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഇത്രയും നേരം എൻ്റെ ഒരു പൊട്ടത്തരങ്ങളാണെങ്കിലും എന്താണെങ്കിലും വാട്ടെവർ എനിക്ക് അങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു ഇടം തന്നതിനും എൻ്റെ പാട്ടുകളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിനും MC ഡിജിറ്റൽ എന്നുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം എന്നോട് ഇത്രയും നന്നായി ചോദ്യങ്ങൾ ചോദിച്ച എന്നെ എന്തോ ഒരു ഞാനൊരു എന്തൊക്കെയോ ആണെന്ന് തോന്നിയ കുറച്ച് നിമിഷങ്ങൾ സമ്മാനിച്ച മീനാക്ഷിക്കും എൻ്റെ എല്ലാവിധ എന്താ പറയുക താങ്ക്സും ആശംസകളും. സോ നമസ്കാരം. ഇറ്റ് വാസ് ഫൺ ടോക്കിംഗ് ടു യു.
താങ്ക് യു സോ മച്ച്.